ദുര്യോധനന്റെ സേനാനായകനായി ഭീഷ്മരെ നിയോഗിച്ചു. ശേഷം ആ മഹാസൈന്യത്തിലെ രഥികളെയും മഹാരഥികളെയും അതിരഥികളെയും വിശദമായി ദുര്യോധനന് ഭീഷ്മാചാര്യർ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം ഭീഷ്മർ പറയുന്നു, അജലനും വൃഷകനും രണ്ടും സഹോദരങ്ങൾ ആകുന്നു. അവർ രണ്ടുപേരും രണ്ട് മഹാരഥന്മാർ ആകുന്നു. അവർ നിന്റെ ശത്രുക്കളെ മുടിച്ചു കളയും. ആ നരവ്യാഘ്രന്മാർ ചുണയുള്ളവർ ആകുന്നു, ചെറുപ്പക്കാർ ആകുന്നു. അഴകേറിയ ഗാന്ധാര നരന്മാരാകുന്നു, മഹാബലന്മാരാകുന്നു അവർ. നിനക്ക് എന്നും തോഴനും ഇഷ്ടനും സദാസമയവും നിന്റെ കൂടെയുള്ളവനും പാർത്ഥന്മാരുമായി പൊരുതുവാൻ നിന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നവനുമായ ഈ വൈകർത്തനായ കർണൻ നീചനും ക്രൂരനും മേനിവാക്ക് പറയുന്നവനും ആകുന്നു. രഥി ഒരിക്കലുമല്ല. കർണൻ യുദ്ധത്തിൽ അധിരഥനും അല്ല. സഹജമായി തനിക്കുണ്ടായിരുന്ന ചട്ട അവൻ കളഞ്ഞു കുളിച്ചു. ബുദ്ധികെട്ടവനാകുന്നു അവൻ. എപ്പോഴും ആരിലും ഘൃണമുള്ളവനാകുന്നു, അതായത് വൈരാഗ്യമുള്ളവനാകുന്നു അഥവാ കുശുമ്പുള്ളവനാകുന്നു അവൻ. ദിവ്യമായ കവചകുണ്ടലങ്ങൾ കളഞ്ഞവനാകുന്നു അവൻ. പരശുരാമന്റെ ശാപത്താലും ഭൂദേവന്റെ വാക്കാലും ഇവൻ നശിച്ചിരിക്കുന്നു. ഇവൻ അർജുനനോട് ഏറ്റാൽ ജീവനും കൊണ്ട് തിരിച്ച് പോരുകയില്ല. ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞ ഉടനെ തന്നെ അത് കേട്ടുനിന്ന ദ്രോണർ തുടർന്ന് പറഞ്ഞു, ഭവാൻ പറയുന്നത് വാസ്തവം ആകുന്നു. ഈ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഇല്ല. ഒന്നിലും ഉറച്ചു നിൽക്കാതെ പതറിപ്പോകുന്നവനാകുന്നു ഇവൻ വെറുമൊരു അർത്ഥരഥിയാകുന്നു എന്നത് മാത്രമാണ് എന്റെ അഭിപ്രായം. ഭീഷ്മരുടെയും ദ്രോണരുടെയും വാക്കുകൾ കേട്ട് കർണൻ അത് സഹിച്ചില്ല. തന്റെ മുൻപിൽ വെച്ച് തന്നെ നിന്ദിച്ചു പറഞ്ഞ ഗുരുക്കന്മാരോട് ക്രോധത്തോടു കൂടി കണ്ണുരുട്ടി കാളയെപ്പോലെ കുത്തും മാതിരി രാധേയനായ വൃഷൻ പറഞ്ഞു തുടങ്ങി, കുറ്റം ഒന്നുമില്ലെങ്കിലും പിതാമഹൻ എന്നെ അടിക്കടി വാക്ശരം കൊണ്ട് അറുക്കുന്നു. അതൊക്കെ ഞാൻ ദുര്യോധനന് വേണ്ടി പൊറുക്കുകയാണ് ചെയ്യുന്നത്. വെറും വാക്കുകൾ പറയുകയാണ്. കുരുക്കളുടെ ഹിതത്തിന് യത്നിക്കുന്ന രാജാവായ സുയോധനൻ അതിൽ പരമാർത്ഥം അറിയുന്നതും ഇല്ല. ഗുണദോഷത്താൽ ഭവാൻ എന്നെ ദ്രോഹിക്കുകയാണോ? പരമാർത്ഥം പറഞ്ഞാൽ ഞാനല്ല അർദ്ധരഥൻ, അങ്ങാകുന്നു അർദ്ധരഥൻ. അർദ്ധരഥൻ എന്നാൽ യുദ്ധത്തിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഗണമെന്ന് തന്നെയാകുന്നു അർത്ഥം. പ്രായാധിക്യം, നര, സമ്പത്ത്, ബന്ധുക്കൾ എന്നിവ കൊണ്ട് മഹാരഥത്വം ഒരു രാജാവിനും കിട്ടുകയില്ല. ബലം കൊണ്ടാണെങ്കിൽ സ്ഥാനം ബ്രാഹ്മണനാണ്, ധനം കൊണ്ടാണെങ്കിൽ സ്ഥാനം വൈശ്യനാകുന്നു, വയസ്സ് കൊണ്ടാണെങ്കിൽ സ്ഥാനം ശൂദ്രനാകുന്നു. പിതാമഹ, അങ്ങയുടേത് ഈ വാർദ്ധക്യത്തിൽ ഈ വകയിലൊന്നും പെട്ടിട്ടില്ല. അങ്ങ് ഒരു സ്ഥാനവും ഇല്ലാത്തവനാകുന്നു. അങ്ങ് വയോധികനാകുന്നു. അങ്ങ് കാമദ്വേഷങ്ങളുള്ള ഭവാൻ പലരെയും പലതും പറയും. അത് നടക്കട്ടെ. ഹേ ദുര്യോധന മഹാബാഹു, ഭവാൻ നല്ലതുപോലെ കരുതിക്കോളൂ. നിന്നെ വിദ്വേഷിക്കുന്ന ഈ ഭീഷ്മനെ വിശ്വസിക്കരുത്. പ്രശ്നമുണ്ടാക്കുവാനാണ് ഈ മനുഷ്യന്റെ ശ്രമം. സൈന്യം ഭേദിച്ചു പോയാൽ പിന്നെ കൂട്ടിച്ചേർക്കുവാൻ വിഷമമുണ്ടാകും. മന്ദബുദ്ധിയും കിഴവനും കാലന്റെ കൽപ്പന കൈപ്പറ്റുന്നവനുമായ ഭീഷ്മൻ ഇവിടെ എന്താണ് സ്ഥാനം? ഈ ഞാൻ ഒറ്റയ്ക്ക് പാണ്ഡവ സൈന്യത്തെ മുഴുവൻ മുടിക്കാം. ശേഷം അതിന്റെ പേരൊക്കെ ഭീഷ്മന് കിട്ടിക്കോട്ടെ. ഭവാൻ ഭീഷ്മന് സേനാധിപത്യം നൽകിയില്ലേ? പേരും പെരുമയുമൊക്കെ സേനാധിപതിക്ക് ആണല്ലോ. യോദ്ധാക്കന്മാർക്ക് പേരും പെരുമയും ഒരിക്കലും കിട്ടുകയുമില്ല യുദ്ധത്തിൽ. ഈ ഭീഷ്മർ സേനാധിപതിയാകുന്നിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഭീഷ്മൻ വീഴുന്ന എന്നാണോ അതിന്റെ പിറ്റേനാൾ മുതൽ ഞാൻ സർവമഹാരഥന്മാരോടു കൂടിയും എതിർത്തുകൊള്ളാം പാണ്ഡവന്മാരെ. ഇങ്ങനെ കർണൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിന്റെ മറുപടിയായി ഭീഷ്മർ പറഞ്ഞു തുടങ്ങി, കടല് പോലുള്ള ഈ ഭാരമൊക്കെ ഞാൻ വഹിക്കുന്നു. വളരെ കാലമായി ധാർതരാഷ്ട്രന്മാർക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ച ഈ യുദ്ധകാലം, കുളിർമ കൊള്ളുന്ന ദീപ്തമായ ആ കാലം വന്നെടുത്തിരിക്കുന്നു. വൈരവിത്തനായ നീ കാരണം കുരുക്കൾക്കിപ്പോൾ വലിയൊരു സങ്കടം ബാധിച്ചിരിക്കുന്നു, നാശത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. നീ യജ്ഞിച്ച് ആണായി നിൽക്കുക. നിത്യവും നീ മത്സരിക്കുന്നത് പാണ്ഡവന്മാരോടും മാത്രമാകുന്നു, പ്രത്യേകിച്ച് പാർത്ഥനോട്. ഇത് കേട്ടപ്പോൾ പ്രതാപവാനായ ധാർതരാഷ്ട്രൻ ഭീഷ്മരോട് പറഞ്ഞു, അതായത് ദുര്യോധനൻ പറഞ്ഞു, ഹേ ഗാംഗേയ, ഭവാൻ മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി നന്മ ചിന്തിച്ചാലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി മഹത്തായ കർമ്മങ്ങൾ ചെയ്യും തീർച്ചയാകുന്നു എന്ന് എനിക്കറിയാം. ഇടയ്ക്ക് കയറി ദുര്യോധനൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീഷ്മരും കർണനും തമ്മിലുള്ള വാക്പോര് അവിടെ കൊണ്ട് അവസാനിച്ചു.